ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ ഒരു സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഓണത്തിന് നമുക്ക് അടിപൊളി ഒരു ഹോം മെയ്ഡ് സാമ്പാർ പൊടി വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ടാക്കാനുള്ള ഐറ്റംസാണ് ഇതൊക്കെ. ഇത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തേക്കുന്നതാണ് ഇതിനകത്ത് ഈ തുമരയും മല്ലിയും ഉഴുന്നും എല്ലാം. അപ്പോൾ നമുക്ക് എത്രയൊക്കെയാണ് ഇതിൻ്റെ അളവെന്ന് നോക്കാം. ഞാനിപ്പം തുമരപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉഴുന്നാണ്, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് അനുപാതികമായി അതായത് 3+1 4 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്തേക്കുന്നത് കറിവേപ്പില എടുത്തിട്ടുണ്ട്, നമ്മുടെ കാശ്മീരി മുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട്, സാദാ പാണ്ടിമുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട്, കായപ്പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉലുവയാണ്, ഉലുവ 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയാണിത്, മഞ്ഞപ്പൊടി ഞാനിപ്പം 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണക്കും നമ്മുടെ ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിക്കകത്തോ ഇട്ട് നല്ലോണക്കും മൂപ്പിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഉഴുന്നും കൂടി ഇടാം. നമുക്ക് ഉഴുന്ന് എടുത്തിട്ട് കൊടുക്കാം. കാരണം ഉഴുന്നിനാണ് ചൂടാവാൻ സമയം വേണ്ടത്. മൂപ്പ് കൂടുതലുള്ളത് ഉഴുന്നിനാണ്. ഒന്ന് ചൂടായി വരട്ടെ. ഉഴുന്നൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ തുമരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ശ്രദ്ധിച്ചോണം, ഇത് കരിയരുത്. നമ്മുടെ ഈ ഉഴുന്നിൻ്റെയും തുമരയുടെയും മല്ലിയുടെയും അനുപാതം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ റെസിപ്പി തന്നെ പാളിപ്പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തിരുന്ന 5 കാശ്മീരി മുളകും 5 പാണ്ടിമുളകുമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം തന്നെ നമുക്ക് നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കാം. കഴുകി ഉണങ്ങിയ മല്ലിയാണ്, മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഇട്ട് ഒന്ന് ചൂടാവണം. ഇനി കൂടെ തന്നെ നമ്മുടെ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ജീരകവും കഴുകി ഉണക്കിയതാണ് കേട്ടോ. ഈ കഴുകി ഉണക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ പോളിഷ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കെമിക്കലൊക്കെ ചേർത്തായിരിക്കും അവർ പോളിഷ് ചെയ്യുന്നത്. അരിയൊക്കെ പോളിഷ് ചെയ്യുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പോളിഷ് ചെയ്യുമ്പം അങ്ങനെയുള്ള കെമിക്കൽസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കഴുകി ഉണക്കാൻ പറഞ്ഞത്. കഴുകി ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ടേസ്റ്റ് വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ഉലുവയാണ്, ഉലുവ 1/2 ടീസ്പൂണാണിത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ഇട്ടു. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിക്കകത്ത് ചൂട് നിൽക്കും, അത് ശ്രദ്ധിച്ചോണം. അപ്പോഴും നമ്മളൊന്ന് ഇളക്കണം. അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ കായപ്പൊടിയാണിത്, കായപ്പൊടി ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നമുക്ക്. അതായത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ ചട്ടി ചൂടായി നിൽക്കുമ്പോൾ, അതായത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കായപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇടരുത്, അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കായപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇടുക. നല്ല മണമാണ് കായപ്പൊടിയുടെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മൂപ്പിക്കണം, കരിക്കരുത്. അപ്പം നല്ലോണം വന്നിട്ടുണ്ട്. നമുക്കിതിപ്പം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മുടെ ഈ ഓണത്തിന് നമുക്കൊരു സ്പെഷ്യൽ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പൊടിയാണിത്. ഇത് നമുക്ക് നോർമലി ഒരു 5 തവണ നമുക്ക് ഒരു സാമ്പാർ വെക്കാം. അപ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ ഓണം സ്പെഷ്യൽ സാമ്പാർ. നമുക്ക് ഓണം സ്പെഷ്യൽ സാമ്പാർ നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് ഒരു സാമ്പാർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.